കൂട്ടുകാരെ കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. മഴക്കാലം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ മഴ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ മുറ്റത്തൊക്കെ ദേ നിറയെ പുല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദേ നമുക്കത് പെട്ടെന്ന് ഉണക്കി കളയാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ അത് സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ദേ പെട്ടെന്ന് അത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ മേടിച്ച് പുല്ല് ഉണക്കാനുള്ള മരുന്നൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ തെങ്ങിൻ്റെ കിടക്കിലാണ് ഈ പുല്ലുള്ളത്. അപ്പോൾ അത് നമ്മുടെ മണ്ണിനൊക്കെ കുറച്ച് ദോഷമാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇത് പെട്ടെന്ന് എങ്ങനെയാണ് ഉണക്കിക്കളയുക എന്നുള്ളൊരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ ചെയ്യുന്ന ടിപ്പ് കുറച്ച് വെയിലൊക്കെ ഉള്ള സമയത്ത് വേണം കേട്ടോ ചെയ്യാൻ. നല്ലോണം മഴ പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്താലൊന്നും സക്സസ് ആവില്ല. ജസ്റ്റ് ഒരു കുറച്ച് വെയിലെങ്കിലും വേണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം എടുക്കുക കേട്ടോ. സാധാ പച്ചവെള്ളം എടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തോനെ ഉണ്ട്, കുറേ പുല്ലുകളൊക്കെ ഇങ്ങനെ കരിച്ച് കളയാണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഉപ്പ് വേണം. സാധാരണ പൊടിയുപ്പല്ലേ, പൊടിയുപ്പ് വേണം. അപ്പോൾ ഞാൻ അതൊരു 2 സ്പൂണ് പൊടിയുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിയുപ്പ് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ വിനാഗിരി ഇല്ലേ, സാധാരണ നമ്മൾ അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരി ഇല്ലേ, അതൊരു 1/2 കപ്പ് വേണം കേട്ടോ. നമ്മൾ ഈ ഒരു 2 കപ്പിലേക്ക് 1/2 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സോപ്പ് പൊടിയാണ് ആവശ്യമുള്ളത്. നമ്മളപ്പോൾ ഒരു 10 രൂപയുടെ ഉജേലയുടെ സോപ്പ് പൊടി ഇല്ലേ, അത് ഒരു 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 കപ്പിലേക്ക് ഒരു 4 സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇട്ടുള്ളത് ബേക്കിംഗ് സോഡ ഇല്ലേ, അത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ ബാത്റൂമൊക്കെ കഴുകാൻ ഉപയോഗിക്കണം ഇതുപോലത്തെ ഹാർഫിക് ഇല്ലേ, അപ്പോൾ അത് ഒരു ചുമന്ന ടിന്നുള്ള ഹാർഫിക് ഇല്ലേ, അത് ഞാൻ കുറച്ച് ഒരു 1/2 കപ്പോളം ഞാനത് ജസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ടൊന്നും ഇളക്കണ്ട, ഇതേപോലത്തെ ഒരു വടി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈയൊന്നും ഉപയോഗിക്കേണ്ട, ഈ ബേക്കിംഗ് സോഡയുള്ള കാരണം തന്നെ നിങ്ങൾ കൈ കൊണ്ടൊന്നും അങ്ങനെ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലത്തെ കോലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സോപ്പും പൊടിയും ഉപ്പൊക്കെ ഉണ്ടായത് നന്നായി പതയണം കേട്ടോ. അപ്പോൾ നന്നായി തന്നെ ഇത് ഇളക്കി മിക്സ് ആക്കണം. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ മേടിക്കണ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും, പെട്ടെന്ന് പുല്ല് കരിഞ്ഞ് പോകുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷെ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മണ്ണിനും കാര്യങ്ങൾക്കൊക്കെ നല്ലോണം ദോഷം വരും കേട്ടോ. ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളല്ലേ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം മഴ തുടങ്ങിയ സീസണിൽ ഇപ്പോൾ പൊരിഞ്ഞ മഴയത്ത് ഇത് നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല. കാരണം വിട്ടൊരു വെയിലും കാര്യങ്ങളൊക്കെ വരുള്ളൂ, അപ്പോഴാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതുപോലത്തെ നമ്മൾ ഒരു ബോട്ടിലെടുക്കുക. ബോട്ടിലെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ചെയ്തോളൂ. പിന്നെ ഈ കപ്പ കൊണ്ട് ഞാൻ ഇതിലേക്ക് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് അതിന് മൂടിയിൽ ജസ്റ്റ് ഹോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്യാൻ സിമ്പിളായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ എനിക്കൊരു 2 കുപ്പി കിട്ടിയിട്ടാണ്. അപ്പോൾ 1 ലിറ്റർ 2 ലിറ്റർ ഉണ്ടാവും 2 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുകൊണ്ടൊരു 2 പാത്രം എനിക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുപ്പിയിൽ നിറച്ച് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഈ സോപ്പും പതയും ബേക്കിംഗ് സോഡയും ഇട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ നമുക്കിതിപ്പോൾ തെളിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എങ്ങനെയാണ് എത്ര പുല്ലുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൂട്ടിയെടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഈ തെങ്ങിൻ്റെ കടക്കിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ഈ പുല്ലിനൊരു ജസ്റ്റ് ഒരു വാട്ടം വരും കേട്ടോ. പിന്നെ ജസ്റ്റ് വെയിൽ ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ ഒരു പിറ്റേ ദിവസത്തേക്ക് അത് നന്നായിട്ടൊന്ന് വാടി തളരും കേട്ടോ. ഇത് ഒഴിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ചെടികൾക്കൊക്കെ ഒരു ഉണർവല്ല, ആകെ ഒരു തളർന്ന പോലെയാവും കേട്ടോ ചെടികൾ. അപ്പോൾ ഞാൻ നന്നായിട്ട് നമ്മുടെ തെങ്ങിൻ്റെ കിടക്കിലുള്ള പുല്ലുകൾക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒഴിച്ചതിന് ശേഷം ഞാൻ പിറ്റേ ദിവസത്തെ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കണ്ട ചെടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി തളർന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കിടന്നാൽ തന്നെ നന്നായിട്ട് ചെടികളൊക്കെ കരിഞ്ഞു പോകട്ടോ. ഇതിലിപ്പോൾ വലിയ വീര്യം കൂടിയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. നമ്മൾ ബേക്കിംഗ് സോഡയും ഹാർഫിക്കിൽ എന്ന് പറഞ്ഞാൽ ബ്ലീച്ചിങ് പൗഡറൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ കണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം നല്ലോണം വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നല്ലോണം ഇത് ഉണങ്ങി കിട്ടും കേട്ടോ. കൊണ്ടും എനിക്കിതൊരു നല്ല ടിപ്പായിട്ടാണ് തോന്നിയത്. നമ്മൾ പുറത്തുനിന്നൊന്നും മേടിക്കുന്ന സാധനങ്ങൾക്ക് കെമിക്കലും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളതാവും, മണ്ണിനും ഇതിനൊക്കെ ദോഷമാണ്. അപ്പോൾ ഇതാവുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണല്ലോ, നമുക്ക് സിമ്പിളായിട്ട് വലിയ
അപകടകാരികളായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.